നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിഷ എലിസബത്ത്. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കോടിയിലാണുള്ളത്. ഇന്ത്യ, കേരളം, കൊല്ലം, സാമ്പ്രാണിക്കോടി. എൻ്റെ മുഖത്ത് എന്തോരം സന്തോഷം ഉണ്ടെന്ന് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം സാമ്പ്രാണിക്കോടി എന്നുള്ള പേര് കേട്ടു തുടങ്ങിയ കാലം മുതൽ കുറഞ്ഞതൊരു 4 വർഷമായിട്ട് ഇവിടെ വരണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. ഓൺലൈൻ സൈറ്റ് DTPC കൊല്ലം വഴി നമുക്ക് ഇത് ബുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 3 പേരും ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് എക്സ്ട്രാ ആണ് കേട്ടോ, ഇത് DTPCയുടെ വകയല്ല. അപ്പോൾ നമ്മൾ അതിൽ വന്നു. നമുക്ക് കണ്ടൽക്കാടിൻ്റെ അകത്തുകൂടെ ഒക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടൽക്കാടിൻ്റെ അകത്തുകൂടെ അല്ല പോകുന്നത്, നമ്മൾ നേരെ കായലിലേക്കാണ് പോകുന്നത്. കുരീപ്പുഴ എന്ന് പറയുന്ന കടവിൽ നിന്നാണ് നമ്മൾ തുരുത്തിലേക്ക് വന്നത്. കുരീപ്പുഴ സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ താഴെയുള്ള ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് പുതുതായി ഈ 2024 നവംബർ 1 മുതൽ സാമ്പ്രാണിക്കോടിയിലേക്ക് പുതുതായിട്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഈ കാണിക്കുന്ന ഇപ്പോൾ ഈ ബോട്ട് പോകുന്ന ആ ദിക്കിൽ സാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആളുകളുടെ വരവൊക്കെ കൂടിയപ്പോൾ അവർ 3 സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് മണലിൽ ക്ഷേത്രത്തിൻ്റെ ബോട്ട് ജെട്ടി, ഒന്ന് സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ താഴെയുള്ള കുരീപ്പുഴ ബോട്ട് ജെട്ടി, മൂന്നാമത്തത് പഴയത് തന്നെ സാമ്പ്രാണിക്കോടി. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കോടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൂരെ കാണാൻ നല്ല മഴ ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. ആ പോകുന്ന ബോട്ട്, ആ ഹൗസ് ബോട്ട് പോകുന്നതിൻ്റെ നേരെ മറിക്കാണ് ആ ഒരു സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന തുരുത്തുള്ളത്. ചാമ്പ്രാണി, അതായത് നമ്മൾ സാമ്പ്രാണി പുകയ്ക്കാന്ന് പറയില്ലേ, അങ്ങനെ ചാമ്പ്രാണിയുടെ മരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാമ്പ്രാണി എന്ന് പേര് വന്നത് എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. പണ്ട് ചൈനീസ് കപ്പലുകൾ ചരക്കിറക്കുന്നതിനും മറ്റുമായി ഇവിടെ വന്നിരുന്നു. അവയെ ചാമ്പ്രാണി എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. ഈ പേരാണ് പിന്നീട് സാമ്പ്രാണിയായി മാറിയതത്രേ. ഇവിടെയുള്ള പ്രധാന ആകർഷണം 2 ഏക്കറോളം വരുന്ന കണ്ടൽ തുരുത്താണ്. എൻ്റെ പേര് അജി എന്നാണ്. ഞാൻ സാമ്പ്രാണിക്കോടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത 2 സെൻറ്റർ കൂടിയാണ്. ആൾ കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ കൂടുതലും ആളുകൾ അറിഞ്ഞു വന്നാൽ മാത്രമേ ഇത്രയും ആളുകൾ ഇനി ഇവിടെയും വന്ന് തുടങ്ങത്തുള്ളൂ. പിന്നെ ഇന്നത്തെ കാലാവസ്ഥയുടെ ഒരു കുറവുമുണ്ട്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് കൂട്ടിയപ്പോൾ ഉണ്ടായ ദ്വീപാണിത്. ഇവിടെ മഴക്കാലത്ത് കണ്ടൽ ചെടികൾ അടിഞ്ഞുകൂടി പിന്നീട് ഇതൊരു കണ്ടൽ വനമായി മാറി. വേലിയേറ്റ സമയത്തും മുട്ടൊപ്പമേ വെള്ളമുള്ളൂ. അതിനാൽ കുട്ടികൾക്ക് ഇവിടം ഇഷ്ടപ്പെടും. കഴിക്കാനുള്ള വിഭവങ്ങൾ വിൽക്കുന്ന നിരവധി ചെറിയ തട്ടുകടകളും ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നതിനൊപ്പം കായലിനകത്ത് നിന്ന് കക്കയും കല്ലുമക്കായും പറക്കാനുള്ള അവസരവുമുണ്ട്. കുഞ്ഞു നോക്ക്, കാലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇളകുണ്ടോന്നൊക്കെ അരിക്കണ്ടോന്നൊക്കെ, കാലിന്റെ അടി കൂടെ അരിക്കണ്ടോന്നൊക്കെ, പിരിപിരിന്ന് അരിക്കണ്ടോന്നൊക്കെ. അത് ഇവരാ. നോക്ക് നോക്ക്, സീ നിറച്ച് കക്കകളാണ്. കണ്ടാ, കക്കകളാണ് നിറയെ. കക്കകളും ശംഖുകളും ജീവികളും ഇതേ കണ്ട ഒറിജിനൽ. ഇത് എന്റെ പേര് ബോസ്ന്നാണ്. ഇവിടെ സാമ്പ്രാണിക്കോടി തന്നെയുള്ള ആണ്. എത്ര വർഷമായി? 2 വർഷമായി. 2 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പല കോടികളുണ്ട് നമുക്ക്. തെക്കും ഭാഗത്ത് കോടി വരും. അതാണെങ്കിൽ ചെറുകോടിയുണ്ട്. അങ്ങനെ വലിയ വലിയ കോടികൾ, ഇങ്ങനെ ഓരോ പേരുകളുണ്ട്. പക്ഷേ ഈ സാമ്പ്രാണിക്കോടിയാണ് ഫേമസ് ആയത്. ഞങ്ങളിപ്പോൾ 53 ബോട്ടുകളുണ്ട്. ഞങ്ങളെ ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഫ്രാൻസിസ്. ഇനി ഫ്രാൻസിസ് ചേട്ടന്റെ കൈകളിലാണ് ഞങ്ങളുടെ ജീവൻ. നമ്മളിതാ കണ്ടലിന്റെ അകത്ത് പോവാണ്, കണ്ടൽക്കാടിന്റെ അകത്ത് പോവാണ്. എന്തായിരിക്കും ആ കാഴ്ച എന്നറിയാനുള്ള ഒരു കൗതുകം എനിക്കുണ്ട്. കാരണം കുറേ നാളായിട്ട് ഇവിടെ വരണം, ഈ കാഴ്ചകൾ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി അനുഭവമാണ്. നല്ല രസമില്ലേ ഈ ചെടികൾ കാണാൻ? നിറച്ച് കണ്ടലാണിത്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പക്ഷികൾ കൂട്ടം കൂട്ടമായി വളരുന്ന സ്ഥലമാണ്. സുനാമിയെ പ്രതിരോധിക്കാൻ തക്ക കഴിവുള്ള സസ്യജാലങ്ങളാണിവ. അവരുടെ വേരിൻ്റെ ആ ഒരു ജാലിക, വേരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംരക്ഷണ വലയം തീർക്കുന്നത്. ഭൂമിക്ക് സംരക്ഷണ വലയം തീർക്കുന്നത്, തീരത്തിന് സംരക്ഷണ വലയം തീർക്കുന്ന അവരാണ്. കുഞ്ഞുമോളെ ഇവിടെ നോക്ക്, സൂപ്പറായിട്ടില്ലേ? സൂപ്പറല്ലേ? ഇപ്പോൾ മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. കായലാണ്, എല്ലായിടത്തും പച്ചപ്പ്. കായലിൻ്റെ നിറം കാണുമ്പോഴും പച്ച, ചെടികൾ പച്ച. അടിപൊളി. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിന് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. തണുത്തിട്ട് വയ്യ അവൾക്ക്. എന്താ വെച്ചാലേ വെള്ളത്തിൽ മുങ്ങിയില്ല. അപ്പം ഇങ്ങനെ ഈ വള്ളം മൂവ് ചെയ്യുമ്പോൾ അവൾക്ക് കാറ്റടിക്കുമ്പോൾ തണുക്കുകയാണ്. മഴയും പെയ്യുന്നുണ്ട്. കുടയില്ല. നമ്മൾ പുതിയ ഒരു കോട്ട് വാങ്ങിയത് എടുത്തില്ല. അയ്യോ, കുഞ്ഞാകെ തണുത്ത് മരവിച്ചു. അതാണ്
തിരിച്ചു പോവാ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലമാണ്, ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. എൻ്റെ കുഞ്ഞ് അർമാദിക്കായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് കുരീപ്പുഴ ബസ്സുണ്ട്, ആ ബസ്സിൽ വന്ന് കടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. കടവൂരിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിങ്ങ് പോരുകയാണ് ചെയ്തത്. എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോൾ അതാ വലിയ വലിയ ബോട്ടുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഇനി അധികം നിൽക്കുന്നില്ല. കുഞ്ഞാകെ നനഞ്ഞു, മമ്മയും ആകെ നനഞ്ഞു, ജോണ് മാത്രം കരയ്ക്ക് കയറി നിന്നു. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്, തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവാണ്. മഴ കൂടുന്നതിന് മുമ്പ് തിരിച്ചു പോകണം. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും വരിക, വന്നിട്ട് കുറേ സമയം നിന്ന് കാണാനുള്ള ഒരു കാഴ്ചകൾ അവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.